ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളം ശൈലിയിൽ 200 ശൈലികൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പഠിച്ചു കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. 200 ശൈലികൾ നമ്മൾ ഇതിനോടകം ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 201ാമത്തെ ശൈലിയിലേക്ക് കടക്കാൻ പോവാണ്. നിങ്ങൾ ഇതിനെ ചെറുതായിട്ട് കാണരുത്. ഞാൻ എന്നും പറയുന്നു, ഇതിനെ ചെറുതായിട്ട് കാണരുത്. നമുക്ക് മലയാളവും ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് എക്സാം ഹോളിൽ ഏറ്റവും കൂടുതൽ ഉപകാരമാവുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് കയറാൻ ഒരു ടാസ്കും ഉണ്ടാവില്ല. മറ്റുള്ള ഭാഗങ്ങൾ ഒരുപാട് ടൈം ഇരുന്ന് പഠിച്ച് നമ്മൾ എക്സാം ഹോളിൽ കയറിയാലും നമുക്കത് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളവും ആയിരിക്കും. അത് മനസ്സിലാക്കി പഠിക്കുക. ബുദ്ധിപൂർവമാണ് നമ്മൾ എക്സാമിനെ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കിൽ PhD എടുക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഇഷ്ട അല്ലെങ്കിൽ സ്വപ്ന ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? അപ്പൊ അതിന് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് സമീപിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ മലയാളം ശൈലിയിൽ 201ാമത്തെ ശൈലിയിലേക്ക് നോക്കൂ. ഗണപതി കല്യാണം കേട്ടിട്ടുണ്ടോ? ഗണപതി കല്യാണം, അത് അങ്ങനത്തെ ഒരു മലയാളം ശൈലി സാധാരണയായിട്ട് എന്തിനാ ഉപയോഗിക്കുക? നടക്കാത്ത കാര്യം, ഒരു നടക്കാത്ത കാര്യത്തിനെ കാണിക്കാനാണെങ്കിൽ അത് ഗണപതി കല്യാണം പോലെയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഗണപതി കല്യാണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്ന ഒരു മലയാളം ശൈലിയാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, കണ്ണീരും കയ്യും. കണ്ണീരും കയ്യും എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് എന്നും കണ്ണീരും കയ്യും ആണെന്ന് പറഞ്ഞാൽ എന്താ? അതിരറ്റ ദുഃഖം എന്നാണ് കണ്ണീരും കയ്യും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? അതിരറ്റ ദുഃഖം. ഓക്കെ, നെക്സ്റ്റ്, കുംഭകർണ സേവ. കുംഭകർണ സേവ എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ ഉറക്കം, അതിനെയാണ്. അതായത് കുംഭകർണനെ പോലെ കിടന്നുറങ്ങാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് എന്ത്? കുംഭകർണ സേവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കഥ കഴിയുക എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ കഥ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മരിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, ഗോപി തൊടിയിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് വിഫലമാക്കുക, അതായത് യാതൊരു ഫലവും ഇല്ലാണ്ടാക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വിഫലമാക്കുക എന്നതാണ് ഗോപി തൊടിയിക്കുക എന്നുള്ള മലയാളം ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കണ്ണടയ്ക്കുക. കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ നേരെ അങ്ങോട്ട് കണ്ണടച്ചേക്ക് എന്നൊക്കെ പറയില്ല. അതായത് കണ്ടില്ലെന്ന് നടിക്കുക എന്നൊരർത്ഥം വരുന്നുണ്ട്. മരിക്കുക എന്നും കണ്ണടയ്ക്കുക. അയാൾ കണ്ണടച്ചുട്ടാന്ന് പറയാറില്ലേ? അപ്പൊ മരിക്കുക എന്നും അർത്ഥമുണ്ട്, കണ്ടില്ലെന്ന് നടിക്കുക എന്നും കണ്ണടയ്ക്കുക എന്നതുകൊണ്ട് അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ 6 പഠിച്ചില്ലേ? ഗണപതി കല്യാണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കണ്ണീരും കയ്യും എന്ന് പറഞ്ഞാൽ വളരെ അതിരറ്റ ദുഃഖത്തിനെ കാണിക്കുന്നതിനാണ് കണ്ണീരും കയ്യും എന്ന് പറയാ. കുംഭകർണ സേവയാണെങ്കിലോ വലിയ ഉറക്കല്ലേ, കുംഭകർണനെ പോലെ കിടന്നുറങ്ങുന്നതെന്നൊക്കെ പറയാറില്ലേ? ഓക്കെ, കഥ കഴിയുക എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്. ഗോപി തൊടിയിക്കുക എന്ന് പറഞ്ഞാൽ വിഫലമാക്കുകയാണ്. കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാലോ കണ്ടില്ലെന്ന് നടിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോണെന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം, പക്ഷെ സ്പീഡില്ല. കാരണം നമ്മൾ പഠിക്കാൻ വേഗം പഠിക്കണം, എന്നിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഒരുപാട് കഥയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? ഓക്കെ, കുറുപ്പില്ലാ കളരി. കുറുപ്പില്ലാ കളരി എന്ന് പറഞ്ഞാൽ എന്താ? നാഥനില്ലാത്ത സ്ഥലം. നാഥനില്ലാ കളരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് അതിനൊരു നാഥനില്ലാത്ത അവസ്ഥ, അതിന് പറയുന്ന മറ്റൊരു മലയാളം ശൈലിയാണ് എന്ത്? കുറുപ്പില്ലാ കളരി. ഓക്കെ, നെക്സ്റ്റ്, ഓലപ്പാമ്പ്. ഓലപ്പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കണ്ട എന്നൊക്കെ പറയില്ല. അതായത് ഓലപ്പാമ്പ് കാണിക്കാൻ ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഓക്കെ, അപ്പൊ ഭീഷണി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓലപ്പാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. കുളം കോരുക എന്ന് പറഞ്ഞാൽ എന്താ? കുളം കോരുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇത് നമ്മള് ട്രാവൻകൂർ ഒക്കെ പഠിക്കുമ്പോ അവിടെ രാജ്യാക്കന്മാരുടെ മാർത്താണ്ഡവർമ്മയുടെ ഒക്കെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോ ഇവിടെയുള്ള ആളുകളെയൊക്കെ ഓടിച്ച് കുളം കോരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാം. അവിടെ നിന്നാണോ ഈ കുളം കോരുക ഉണ്ടായെന്ന് എനിക്കറിയില്ല. കുളം കോരുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നശിപ്പിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, കടുവാക്കൂട്ടിൽ തലയിടുക എന്ന് പറഞ്ഞാൽ എന്താ? കടുവാക്കൂട്ടിൽ പോയി തലയിടുക എന്നാൽ സ്വയം അപകടത്തിൽ ചാടുക, അല്ലെ? അപ്പൊ കടുവാക്കൂട്ടിൽ തലയിടുക എന്ന് പറഞ്ഞാൽ അപകടത്തിൽ ചാടുക, സ്വന്തമായിട്ട് പോയിട്ട് അപകടത്തിൽ ചാടുന്നതിനെയാണ് കേട്ടാ. കുംഭകോണം എന്ന് പറഞ്ഞാൽ എന്താ? ആ കുംഭകോണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? തട്ടിപ്പിനെ കാണിക്കാനാണ് കുംഭകോണം എന്ന് പറഞ്ഞിട്ടുള്ള ശൈലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കടുങ്കൈ. കടുങ്കൈ എന്ന് പറഞ്ഞാൽ എന്താ? കഠിന പ്രവൃത്തിയാണ്. നീ ആ കടുങ്കൈ ചെയ്തല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലേ? അപ്പൊ
കടുംകൈ എന്ന് പറഞ്ഞാൽ കഠിനമായ പ്രവൃത്തിനെ കാണിക്കുന്ന ഒരു മലയാള ശൈലിയാണ്. ഒമ്പതാം ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ? ഒമ്പതാം ഉത്സവം കേട്ടിട്ടുണ്ടോ? വലിയ ബഹളം എന്നാണ് കേട്ടോ. വലിയ ബഹളത്തിനെ കാണിക്കാനാണ് ഒമ്പതാം ഉത്സവം എന്ന് പറയാം. കണ്ടക്ഷോഭം എന്ന് പറഞ്ഞാലോ നിഷ്ഫലമായിട്ടുള്ള സംസാരമാണ് കണ്ടക്ഷോഭം. യാതൊരു ഫലവും ഇല്ലാതുള്ള സംസാരം. ഓക്കെ. ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാലോ പാഴ്ചെലവ് ചെയ്തിട്ട് ദരിദ്രനായി തീരുക. അയാൾ ആകെ ദീപാവലി കുളിച്ചു എന്നൊക്കെ പറയാറുണ്ടോ ചോദിച്ചാൽ എല്ലാരും പറയാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട് അയാൾ ദീപാവലി കുളിച്ചു ആകപ്പാടെ എന്നൊക്കെ. അപ്പൊ പാഴ്ചെലവ് ചെയ്ത് അയാൾ ദരിദ്രനായി തീരുന്ന ആ ഒരു അവസ്ഥേനെ കാണിക്കുന്ന മലയാളം ശൈലിയാണ് ദീപാവലി കുളിക്കുക. സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞാൽ എന്തോ കർശനമായിട്ടുള്ള കൽപ്പന. അത് സുഗ്രീവാജ്ഞയാണ്. അത് ഭയങ്കര കർശനായിട്ടുള്ള കൽപ്പനയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചെണ്ട കൊട്ടിക്കുക കേട്ടിട്ടുണ്ട് അല്ലെ? നാണം കെടുത്തുക എന്നാണ് ചെണ്ട കൊട്ടിക്കുക എന്ന മലയാളം ശൈലിയുടെ അർത്ഥം. നാരായ വേര് എന്ന് പറഞ്ഞാലോ നാരായ വേര് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, അതിന്റെ ബേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നാരായ വേര് എന്ന് പറഞ്ഞാൽ. പുത്തരിയിൽ കല്ല് കടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കത്തിൽ തന്നെ ദോഷം സംഭവിക്കുക. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ പുത്തരിയിൽ കല്ല് കടിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ദോഷം സംഭവിക്കുക. നേരും നെറിയും എന്ന് പറഞ്ഞാലോ സത്യവും മുറയും. നേരും നെറിയും എന്ന് പറഞ്ഞാല് താൻ ചത്തു മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? താൻ ചത്തു മീൻ പിടിക്കുക, അതായത് സ്വയം നാശം വരുത്തിയിട്ട് ആദായം ഉണ്ടാക്കുക. അതായത് നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ആദായം ഉണ്ടാക്കുന്നതിനെയാണ് താൻ ചത്തു മീൻ പിടിക്കുക എന്ന് പറയാം. ഭൈമീ കാമുകന്മാർ എന്ന് പറഞ്ഞാൽ സ്ഥാനമോഹികളാണ്. സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ ഭൈമീ കാമുകന്മാർ എന്ന് പറയും. ചിറ്റമ്മ നയം എന്ന് പറഞ്ഞാലോ പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റമാണ് ചിറ്റമ്മ നയം. നമുക്കറിയാം അല്ലെ? ചിരട്ട എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് ചിരട്ട എടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം ഉണ്ടാക്കുക. ഉലയ്ക്ക കൊണ്ട് എഴുതുക എന്ന് പറഞ്ഞാലോ ഭാഗ്യഹീനമായിരിക്കുക എന്നതാണ് ഉലയ്ക്ക കൊണ്ട് എഴുതുക എന്നുള്ള മലയാള ശൈലിയുടെ അർത്ഥം വരുന്നത്. എന്താ? ഭാഗ്യഹീനമായിരിക്കുക, ഉലയ്ക്ക കൊണ്ട് എഴുതുക. കേദാരയോഗം എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യത്തെ കാണിക്കുന്ന മലയാളം ശൈലിയാണ് കേദാരയോഗം. ഓക്കെ. ഒടിവിദ്യ കേട്ടിട്ടുണ്ടാവും അല്ലെ? ക്ഷുദ്രപ്രയോഗം. ഒടി എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്കറിയാലോ അല്ലെ? ഒടിവിദ്യ എന്ന് പറഞ്ഞാൽ ക്ഷുദ്രപ്രയോഗമാണ്. കൂടോത്രം അങ്ങനത്തെ ഒക്കെ പരിപാടി അതേപോലത്തെ ഒരു ഐറ്റം ആണ് അല്ലെ ഈ ഒടിവിദ്യ. ഗച്ഛത സ്ഖലനം എന്ന് പറഞ്ഞാൽ നിസാരമായ തെറ്റ്, വളരെ നിസാരമായിട്ടുള്ള തെറ്റിനെ കാണിക്കുന്നതാണ്. വള്ളിക്കുരുടൻ എന്ന് പറഞ്ഞാൽ എന്താ? പമ്പര വിഡ്ഢിയാണ്. വള്ളിക്കുരുടൻ എന്താണ്? പമ്പര വിഡ്ഢി. കലവറ വെക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യമായി സൂക്ഷിക്കുക എന്നാണ് അർത്ഥം. കലവറ വെക്കുക ട്ടാ. കൊണ്ടിയിടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. ഓക്കെ. മുച്ചും പേച്ചും അടയുക എന്ന് പറഞ്ഞാൽ എന്താ? മുച്ചും പേച്ചും അടയുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. മുച്ചും പേച്ചും അടയുക ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ദിങ്മാത്ര ദർശനം എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനമാണ് കേട്ടോ. ദിങ്മാത്ര ദർശനം അല്പജ്ഞാനം. നെക്സ്റ്റ് വാചാമഗോപുരം. എന്താണ് വാചാമഗോപുരം എന്ന് പറഞ്ഞാൽ? വർണ്ണനാതീതം, വർണ്ണിക്കാൻ പറ്റാത്തത്രയും, അതാണ് വാചാമഗോപുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് കരകമ്പി എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തേനെ കാണിക്കുന്ന ഒരു മലയാളം ശൈലിയാണ് കരകമ്പി എന്ന് മനസ്സിലാക്കുക. വൈദസി വൃത്തി എന്ന് പറഞ്ഞാൽ ഉചിതമായിട്ടുള്ള നിലപാട് എന്നാണ് അർത്ഥം. വൈദസി വൃത്തി. ഓക്കെ. എഴുനാക്ക് എന്ന് പറഞ്ഞാലോ അധിക പ്രസംഗം. നാക്കുണ്ടല്ലോ അല്ലെ? ഓക്കെ. എഴുനാക്ക് എന്ന് പറഞ്ഞാൽ അധിക പ്രസംഗം. നെക്സ്റ്റ് ധൂമകേതു എന്താ? നാശമുണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം. ശരിയല്ലേ? ധൂമകേതു ഇവിടെ ഭൂമിയിലൊക്കെ വന്നിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നാശമല്ലേ ഉണ്ടാവുക? അപ്പൊ ധൂമകേതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശമുണ്ടാക്കുന്നവൻ. നെക്സ്റ്റ് ഊടും പാവും എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുപോലെ ഇഴുകിച്ചേരൽ എന്നാണ് ഊടും പാവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 1000 കോഴിക്ക് അരക്കട. കേട്ടിട്ടുണ്ടാവും അല്ലെ? കുറച്ചായാലും നല്ല സത്ത്. അതായത് 1000 കോഴി കഴിക്കുന്നതിന് പകരം അരക്കട കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ?
കുറച്ചേ ഉള്ളുവെങ്കിലും അതിൽ ഒരുപാട് എസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതാണ് 1000 കോഴിക്ക് അഴകാട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മലയാളത്തില് 240 ശൈലികളിൽ എത്തി നിൽക്കുകയാണ്. മലയാളം നമ്മൾ ഒരുപാട് ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. മലയാളം മാത്രമല്ല, കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ പറ്റുന്നവർ ഉപയോഗിക്കാൻ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഓരോ ഭാഗവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.